വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പറശ്ശിനിക്കടവ് അമ്പലത്തിലും പിന്നെ ചെറിയൊരു മൂവി കാണാൻ പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഡാൻസിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എവിടെയും അധികം പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോകാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. ഓട്ടോയിലായിരുന്നു പോയത്, ബസ് കിട്ടിയില്ല, അതുകൊണ്ട് ഓട്ടോയിലാണ് പോയത്. ആ കാണുന്നതാണ് കേട്ടോ പറശ്ശിനിക്കടവ് അമ്പലം. ഞങ്ങൾ അച്ഛനുള്ള സമയമൊക്കെ കുറേ പ്രാവശ്യം പോകുന്നൊരു അമ്പലമാണ് കേട്ടോ പറശ്ശിനിക്കടവ്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറേ ടോയ് ഷോപ്പും അങ്ങനത്തെ ഒക്കെ കണ്ടു. അപ്പോൾ എൻ്റെ കണ്ണ് മെയിനായിട്ട് പോകുന്നത് അവിടേക്കാണ്. എൻ്റെതും ചേച്ചീൻ്റെതും കുറേ കമ്മൽ അങ്ങനത്തതൊക്കെ വാങ്ങാൻ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് പോയി. അപ്പോൾ നല്ല ജനമായിരുന്നു കേട്ടോ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ. പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. പിന്നെ കുറേ പേര് അവിടെ പോകാനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വെള്ളത്തിൽ കാലൊക്കെ കഴുകി അകത്തേക്ക് കയറാൻ കേട്ടോ. അകത്തേക്ക് ഉന്തിയും തള്ളിയൊക്കെയാണ് പോകുന്നത്. അത്രക്കും തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറശ്ശിനിക്കടവിലെ പ്രസാദം കഴിക്കാൻ പോയി. അപ്പോൾ നല്ല തേങ്ങാക്കൊത്തിട്ട പയറും ചായയും കുടിച്ചു. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു സംശയമില്ലാതെ നമ്മൾ വേഗം കയറിയത് ഫാൻസിയിലേക്കാണ് കേട്ടോ. കുറേ കമ്മലും മാലയും അങ്ങനത്തെയൊക്കെ നോക്കി. പിന്നെ പൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊരിയും പോപ്കോണും പിന്നെ എൻ്റെ ഫേവറേറ്റായിട്ടുള്ള സോന പപ്പടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും പിന്നെ ആനേൻ്റെ വിഗ്രഹങ്ങളും നെറ്റിപ്പട്ടവും അങ്ങനത്തതൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൃഷ്ണനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അതെടുക്കാമ്മ ഇതെടുക്കാമ്മ. പക്ഷെ കുറച്ച് വില കൂടുതലായതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ണൻ്റെയും ആനയുടെയും ബുദ്ധൻ്റെയും ഒക്കെ കുറേ നമ്മുടെ മുത്തപ്പൻ്റെയൊക്കെ കുറേ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മൂവിക്കും കൂടി പോകേണ്ടതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കൃഷ്ണനെ. അപ്പോൾ ഗുരുവായൂരപ്പനെ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ സ്റ്റാച്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വാ പൊളന്നിരിക്കുന്നത് ആ വെള്ളമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ വെള്ളമാണെന്ന് മനസ്സിലായി. പിന്നെയും വീണ്ടും ഞങ്ങൾ കമ്മൽ നോക്കാനും പൂ നോക്കാനും വള നോക്കാനൊക്കെയാണ് പോയത്. പിന്നെ ഞാൻ അമ്മയോട് ക്ലേ വാങ്ങി തരാൻ ചോദിച്ചു. അമ്മേൻ്റെ ഒരു നല്ലോണം കിട്ടി. അവിടെ തന്നെ തിരിച്ചു വെച്ചു. പിന്നെ എനിക്ക് വേണ്ടുന്ന ഒന്നും കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് കേട്ടോ നിങ്ങളെൻ്റെ മുഖത്ത് കണ്ടത്. പിന്നെ ഈ സ്ക്വിഷി വാങ്ങട്ടെ എന്ന് ചോദിച്ചു. ഒരിക്കൽ അത് വാങ്ങിയിട്ട് പാളിപ്പോയത് കൊണ്ട് അമ്മ വാങ്ങണ്ട പറഞ്ഞു. പിന്നെ ഞാൻ സ്പിന്നർ വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു സ്പിന്നർ എടുത്തോ, ഇതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാ കടയിലും സ്പിന്നറൊക്കെ ചോദിച്ച് ഞങ്ങൾ സ്പിന്നർ വാങ്ങി. അപ്പോൾ ബ്ലൂ കളർ സ്പിന്നർ വാങ്ങി. പിന്നെ നല്ലോണം ദാഹിച്ചതുകൊണ്ട് നല്ല വെയിലല്ല, അതുകൊണ്ട് നല്ലോണം ദാഹിച്ചതുകൊണ്ട് ഞങ്ങൾ ജീരക സോഡയും മോരും വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ ബസ് കയറി. 2:30 ഷോനാണ് കേട്ടോ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ അമ്മേനെ അവിടെ നിന്ന് ബസ്സിലിരുന്നിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കയറിയിരുന്ന് ബസ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ സ്പിന്നർ കൊണ്ട് കളിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഹോട്ടൽ ഏതായിരുന്നു? കാർത്തികയിലായിരുന്നു ഗൈസ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനും അമ്മയും പൊതിച്ചോറ്, അമ്മമ്മ ചട്ടിച്ചോറ്, പിന്നെ ചേച്ചി സദ്യയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഹോട്ടൽ കാർത്തികയിൽ എല്ലാവരും വരണം, മസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പം ഞാൻ ആ ഇലയൊക്കെ വടിച്ചെടുത്തു ഫുഡ് കഴിച്ചിട്ട്. അപ്പം നിങ്ങൾ കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ കാർത്തിക ഹോട്ടലിൽ ഒരിക്കലെങ്കിലും കയറണം കേട്ടോ. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മീൽസ് ഉണ്ട്, ചട്ടിച്ചോറുണ്ട്, പൊതിച്ചോറുണ്ട്, ബിരിയാണി, അങ്ങനത്തെ കുറേ ഉണ്ട്. ഞാനും അമ്മയും ഒരു പ്രാവശ്യം വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞത്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും അമ്മയും ഒരു പൊതിച്ചോറ് ഷെയർ ഇട്ടിട്ടായിരുന്നു കേട്ടോ കഴിച്ചത്. അതിൽ അധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ആവോലി പൊള്ളിച്ചത് പറഞ്ഞു. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റ്. ആ ഒരു മസാലയും കൂട്ടി ഒരു പെടയങ്ങ് പിടക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓട്ടോയൊക്കെ പിടിച്ചു. എന്നിട്ട് നമ്മളെ സവിത ഫിലിം സിറ്റിയിലെത്തി. അപ്പോൾ ഞങ്ങൾ കാണാൻ വന്ന മൂവി മരണമാസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് ടിക്കറ്റൊക്കെ വാങ്ങി. അച്ഛൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്തിട്ട് പോയിട്ട് എടുത്തു. പിന്നെ ഞങ്ങൾ തിയേറ്റർ അങ്ങ് മേലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം സ്റ്റെപ്പ് കയറി. പിന്നെ പോപ്കോൺ, അത് മെയിനാണല്ലോ, പോപ്കോൺ വാങ്ങിച്ചു.
പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2:15 ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. 2:30 ഷോ 2:15 എത്തി. അപ്പോൾ നമ്മൾ സിനിമ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സിനിമ വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ അതിനിടയിൽ 2 ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു വന്നു. നല്ല അടിപൊളി സിനിമ കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി മൂവിയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കിങ്ങിൽ പോയി. ചിക്കിങ്ങിലല്ല, റാക്കിൽ പോയി. അവിടെ നിന്ന് ഞാനൊരു കോൾഡ് കോഫി പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും ചേച്ചിയും അത് കുടിച്ചു. പിന്നെ KFCയും സ്ട്രിപ്സുമാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറക്കൊക്കെ നമ്മളെ കഴിഞ്ഞു. പിന്നെ ഓട്ടോവും പിടിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കള്ളക്കഥകളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുൾ കറക്കം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.